ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ഭുതങ്ങൾ ഉണ്ടായില്ല. പക്ഷേ പ്രതീക്ഷിച്ചതിലും അധികം വോട്ട് NDA സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് ലഭിച്ചു എന്നത് വ്യക്തമായിരുന്നു. അത് എവിടെ നിന്ന് ചോർന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യ മുന്നണി അസാധുവായ വോട്ടുകളാണ് തങ്ങളുടേതെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ചോർന്നത് ഇന്ത്യ മുന്നണിയിലെ വോട്ടുകളാണ് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കെട്ടുറപ്പിലേക്ക് എത്തുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ബീഹാർ ഇലക്ഷന്റെ സാഹചര്യങ്ങൾ ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടുവരികയായിരുന്നു. അപ്പോൾ അതിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വോട്ട് ചോർച്ച എങ്ങനെയെന്നത് ഇന്ത്യ മുന്നണി കാര്യമായി തന്നെ പരിശോധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 324 വോട്ട് നേടാൻ കഴിയും എന്നതായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം എന്നത് 311 ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ 1 വോട്ടും ചേർത്ത് അങ്ങനെ 324 വോട്ട് കിട്ടും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ പിന്നീട് ഇത് 315 ഇന്ത്യ മുന്നണി തന്നെ ചുരുക്കുന്നു. 315 വോട്ടുകൾ ലഭിക്കുമെന്ന് നേതാക്കൾ ഉൾപ്പെടെ ഈ വോട്ടെടുപ്പിന് മുൻപ് അവകാശപ്പെട്ടിരുന്നു. ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 324 ഇല്ല, 315 ഇല്ല, 300ലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര എന്ന് നോക്കിയാൽ 781 വോട്ടാണ് ആകെ ഉള്ളത്. അതിൽ പോൾ ചെയ്തത് 767 വോട്ടുകളാണ്. സാധുവായ വോട്ടുകൾ ഇതിൽ 752, അസാധു വോട്ടുകൾ 15. NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 452 വോട്ട്. ഇന്ത്യ സഖ്യം 324 പ്രതീക്ഷിച്ചെടുത്ത് 300ലേക്ക് ചുരുങ്ങി. NDAയുടേത് 427 അംഗങ്ങളാണ്. 427 വോട്ടാണ് NDAക്ക് ലഭിക്കേണ്ടത്. അവിടെയാണ് 452 വോട്ട് NDAക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അധികം ലഭിച്ച NDA വോട്ടുകൾ എവിടെ നിന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ബിജു ജനതാദളും BRSും ശിരോമണി അകാലിദളും ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. CP രാധാകൃഷ്ണൻ ലഭിക്കേണ്ടിയിരുന്നത് 438 വോട്ടാണ്. അദ്ദേഹം 452 വോട്ടുകളാണ് നേടിയത്. അപ്പോൾ അധികമായി ലഭിച്ച 14 വോട്ടുകൾ ആരുടേത് എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട AAPയിലെ ചില MPമാർ BJPയോട് മൃദു സമീപനം കാട്ടുന്നു എന്ന വിവരങ്ങൾ ഉണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MPമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനകളും വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വോട്ട് ചോർച്ച AAPയിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഒപ്പം തന്നെ DMKയുടെ ഭാഗമായിട്ടുള്ളവരിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് CP രാധാകൃഷ്ണൻ എന്ന ഒരു സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്ന് നോക്കിയാൽ അത് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ എന്താണോ NDA ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. പ്രതീക്ഷിച്ചതിലും 14 വോട്ടുകൾ കൂടുതലായി ലഭിക്കുന്നു. അത് ഇന്ത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് ആ വോട്ടുകൾ ചോർന്നത് എവിടെ നിന്ന് എന്നതിന്റെ പരിശോധന നടത്തേണ്ടി വരുന്നു. അതിൽ ആം ആദ്മി പാർട്ടിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും DMKയും ഒക്കെ സംശയ നിഴലിലാകുന്നു എന്ന് വന്നാൽ ആ മുന്നണിയിൽ വിഭജനത്തിന്റെ അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകാൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയിരുന്നു CP രാധാകൃഷ്ണനെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് NDA എത്തി എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ.
അപ്പോൾ ഈ വോട്ടുകൾ ചോർന്നത് ആര് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പുറമേക്ക് അസാധുവായ വോട്ടുകളാണ് തങ്ങളുടേത് എന്ന് പറയുമ്പോൾ തന്നെ അതല്ല സാഹചര്യം എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ബീഹാറിൽ യാത്രയൊക്കെ നടത്തിയ രാഹുൽ ഗാന്ധി തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ യാത്രയുടെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണി ബീഹാർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ യാത്ര വലിയ വിജയമായിരുന്നു. അവരുടെ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ സൂചകമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പ്രദർശനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അവിടെ മുന്നണിക്ക് കാലിടറുന്നതാണ് നമ്മൾ കണ്ടത്. നഷ്ടപ്പെട്ട വോട്ടുകൾ ആരുടേത് എന്ന പരിശോധനകൾ നടക്കുന്നു. മുന്നണിയുടെ കെട്ടുറപ്പ് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നു. ആം ആദ്മി പാർട്ടിയിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും പിളർപ്പുണ്ടാകുമോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നേട്ടം NDAക്കാണ് എന്നത് വ്യക്തമാകുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകുന്നത്. നഷ്ടപ്പെട്ട 14 വോട്ടുകൾ ആരുടേത് എന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. മുന്നണികളുടെ കെട്ടുറപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ആ ചർച്ചകളിൽ നിന്നും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന വിവരങ്ങളിൽ നിന്നുമായിരിക്കും നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്.